തഞ്ചാവൂർ ക്ഷേത്രം ചോഴമാർ നിർമ്മിച്ചതാണെങ്കിൽ എൻ്റെ ഈ പുറകിൽ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം പല്ലവന്മാരുടെ സൃഷ്ടിയാണ്. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട അത്ഭുത ക്ഷേത്രങ്ങളുടെ നഗരമായ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് ഞാനുള്ളത്. ഇവിടെ കാണേണ്ട പ്രധാന ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വീഡിയോൻ്റെ പാർട്ട് 1 ഞാൻ പോകുന്നത്. ക്ഷേത്രങ്ങളുടെ നഗരമായ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ചരിത്രപരമായും വിശ്വാസപരമായും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെ പറ്റി ഓരോ പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ മൊത്തം കാണാം, ഇനി വരുന്ന ഭാഗങ്ങളും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം പറയുക, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇത് കൈലാസനാഥർ ക്ഷേത്രം, കാഞ്ചീപുരത്തെ ഏറ്റവും പുരാതനായ ക്ഷേത്രമാണ്. മഹാദേവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഇവിടുത്തെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഗുഹാപ്രദക്ഷിണം ചെയ്താൽ പുനർജന്മം ഉണ്ടാകില്ല എന്നും സകല പാപങ്ങളും ആ പ്രദക്ഷിണത്തോടു കൂടി തീരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നന്ദിയുടെ ഒരു ശില്പം കാണാം, കല്ലിൽ കുത്തിയ. അപ്പോൾ നമ്മൾ ശ്രീകോവിലിനെ പറ്റിയാണ് പറയുന്നത്. പ്രധാന ശ്രീകോവിലുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രധാന ശ്രീകോവിൽ നടയുടെ 2 ഭാഗത്തായിട്ട് ഒരു പ്രദക്ഷിണ വഴിയുണ്ട്. വളരെ ചെറിയ കുട്ടികൾക്കും കമിഴ്ന്ന് നടക്കാനിരിക്കാനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോകരുത്. പിന്നെ ഭാരം കൂടുതലുള്ളവർക്കും ഞാൻ ഈ പ്രദക്ഷിണം നിർദ്ദേശിക്കുന്നില്ല. ശ്രീകോവിലിൻ്റെ ഭാഗമായതുകൊണ്ട് ഉള്ളിൽ കയറി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ശ്രീകോവിലിന് ചുറ്റുമാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുക. അവിടുത്തെ തിരുമേനി പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പോകാമെന്ന്. ഒരു ചെറിയ പ്രദക്ഷിണ വഴിയാണ്. കയറുമ്പോൾ കമിഴ്ന്ന് ഒരു 2 ഇഞ്ച് ഇഴഞ്ഞു കിടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ചെറുപ്പം, യൗവനം, വാർദ്ധക്യത്തെയാണ് ഈ ഒരു മോക്ഷ കവാടം സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ സാധാ ഒരു നടപ്പുപാതയാണ്. ആദ്യത്തെ ഇടത്തെ ഭാഗത്തെ കൂടെ ഒരു പ്രദക്ഷിണം കമിഴ്ന്നൊരു 2 അടി കമിഴ്ന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സാധാ നടപ്പാത പ്രദക്ഷിണം ചെയ്ത് അപ്പുറത്തെ ഭാഗത്തെത്തും. അപ്പുറത്തെ ഭാഗത്തോട്ടാണ് ഇറങ്ങുമ്പോൾ ഇത്തിരി കൂടി ബുദ്ധിമുട്ടാണ്. കാരണം കമിഴ്ന്നുള്ള ഭയങ്കര കൺജസ്റ്റഡ് അല്ലെങ്കിൽ ഇടുങ്ങിയതാന്ന് പറയില്ലേ. അപ്പോൾ ഭാരം കൂടുതലുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അത്തരക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാര്യം നല്ലൊരു ഇതാണ്. നമുക്ക് മനസ്സുകൊണ്ട് എല്ലാവരും വിശ്വാസമാണല്ലോ. അപ്പോൾ താല്പര്യമുള്ളവരും അതിന് പറ്റുന്നവരും മാത്രം അത്തരം പ്രദക്ഷിണം ചെയ്യുക. അല്ലാത്തവർക്ക് നേരെ ശ്രീകോവിൽ തൊഴുത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാവുന്നതാണ്. അപ്പം അതൊക്കെ സൂക്ഷിക്കുക. അപ്പം അതുകൊണ്ട് പ്രായമായാലും കുട്ടികളും ഭാരക്കൂടുതലുള്ളവരൊക്കെ സൂക്ഷിച്ച് മാത്രം പോകുക. അപ്പോൾ ഈ ജന്മത്തിൽ മോക്ഷം കിട്ടിയാൽ പിന്നെ വേറൊരു ജന്മത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ പോയി. ഇറക്കത്തിലുള്ള പ്രദക്ഷിണം ഇത്തിരി കഠിനമായിട്ട് തോന്നി. 1000 ക്ഷേത്രങ്ങളുടെ നാടെന്നാണ് കാഞ്ചീപുരം അറിയപ്പെടുന്നത്. ഈ കാഞ്ചീപുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം ഉള്ളത്. പട്ടുസാരിക്ക് മാത്രമല്ല എല്ലാവിധ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് കാഞ്ചീപുരത്തുള്ളത്. ഹിന്ദു, ബുദ്ധ, ജൈന നിർമ്മിതിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ക്ഷേത്രമാണ്. പല്ലവ രാജാവായ രാജസിംഹൻ 7ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. കല്ലുകൾ സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു. തഞ്ചാവൂർ ക്ഷേത്രത്തെ പറ്റി എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. തഞ്ചാവൂർ ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളനാണ് ഇവിടുത്തെ നടരാജമൂർത്തിയുടെ കൊത്തുപണികൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കൊത്തുപണികൾ കണ്ടില്ല, ഒരുപാട് കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കില്ല, ഓരോ മോഡലിലുള്ള നടരാജമൂർത്തി, സപ്തമാതാക്കള്, പിന്നെ ചെരുപ്പിൻ്റെ ഒരു മോഡല്, അങ്ങനെ പണ്ടത്തെ ആ നഗരത്തിൻ്റെ നമ്മളിന്ന് കാണുന്ന നമ്മുടെ നഗരത്തിൽ പല സാധനങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുക. പിന്നെ കറുത്ത ഗ്രാനൈറ്റിലാണ് ഉള്ളിലുള്ള ശിവലിംഗം ഉള്ളത്. 3 കാഞ്ചികൾ എന്നാണ് ഈ ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരം പറയുന്നത്. ശിവകാഞ്ചി, വിഷ്ണുകാഞ്ചി, ജൈനകാഞ്ചി. ഇതിൽ ശിവകാഞ്ചിയിൽ പെടുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിൽ കാണുന്ന ഇത്തരം ക്ഷേത്ര, അതായത് ഒരുപാട് ഇത്തരം മാതൃകയിലുള്ള ക്ഷേത്ര നിർമ്മാണ രീതികൾ, ആ ഒരു ട്രെൻഡ്, ഒരു മാതൃക ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ആ കൊത്തുപണിയിലാണ്. ഈ ക്ഷേത്രത്തെ മാതൃകയാക്കിയിട്ടാണ് മറ്റ് ക്ഷേത്രങ്ങൾ പണിതതെന്ന് പറയപ്പെടുന്നു. മഹാബലിപുരം പോലെയുള്ള ക്ഷേത്രങ്ങൾ ആപത്ത് കാലത്ത്, ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ പണ്ട് കാലത്ത് സൈനികർ അഭയത്തിനായിട്ട് പ്രാപിച്ചിരുന്ന സ്ഥലങ്ങളാണത്രേ. 16 വശങ്ങളുള്ള ശിവലിംഗവും പുറത്തുള്ള നന്ദിയുടെ പ്രതിമ നമ്മൾ കണ്ടുല്ലോ. പിന്നെ ശിവപാർവതി നൃത്ത രൂപങ്ങൾ, പിന്നെ എല്ലായിടത്തും നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ കച്ചവട മനോഭാവമില്ലാത്ത ജീവനക്കാരൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ രാവിലെ 9 മണിക്ക് നട തുറക്കുള്ളൂ എന്നൊരു പ്രത്യേകതയാണ്. 9 മണിക്ക് നട തുറന്ന് 12:30 വരെ, പിന്നെ അടച്ച് 4 മണിക്ക് തുറന്നാൽ 6:30 അടയ്ക്കും. അപ്പം നേരം വൈകി തുറക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ അടയ്ക്കും. അത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സാധാ ക്ഷേത്രത്തിലൊക്കെ പോയി എന്തെങ്കിലും കാര്യങ്ങൾ
നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പ് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ക്ഷേത്രത്തിലെ ഓരോ കൊത്തുപണികളും തൊടാതെ, കാരണം ഒരുപാട് കുട്ടികളൊന്നും ഇതൊക്കെ തൊട്ട് വൃത്തികേടാക്കുന്ന പോലെ തോന്നി. അപ്പം അതുകൊണ്ട് ആ ക്ഷേത്രത്തെ അതേപോലെ തന്നെ പരിപാലിക്കാം. 1300 വർഷം പഴക്കമുള്ള ശില്പങ്ങൾ കാണാം. പിന്നെ പാദരക്ഷകളുടെ ശില്പങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. കാരണം ഇന്നത്തെ പണ്ടത്തെ പുരുഷന്മാരുടെ, പണ്ടത്തെ ഇന്നും ഉണ്ട് ആ ഒരു നാടൻ മോഡൽ ട്രെൻഡിങ് ചെരുപ്പുകളുടെ ഒക്കെ മോഡലിന്റെ ഉറവിടം ഈ ക്ഷേത്രമാണെന്ന് പറയുന്നു. പിന്നെ ശിവരാത്രിയാണ് പ്രധാന ആഘോഷം. ഏകരൂപനായിട്ട് ദൈവത്തെ ആരാധിക്കാമെന്നാണ് ഈ ക്ഷേത്രം പറയുന്നത്. അതായത് പരബ്രഹ്മസങ്കല്പം. പരബ്രഹ്മസങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന്, ആ ഒരു ദൈവത്തെയൊക്കെ ഒന്നായി കണ്ട് ശിവനിൽ കണ്ട് മഹാദേവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. അപ്പൊ പണ്ട് മത്സരങ്ങളും യുദ്ധങ്ങളൊക്കെ നടന്നിരുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ മാറി എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഊർജ്ജം കൈവരിക്കാൻ വേണ്ടിയാണ് ആ കാലത്ത് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് ആ സമയത്ത് ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ പണിത്, നമ്മുടെ സൗത്തിലൊക്കെ പണിതെന്ന് പറയപ്പെടുന്നു. ഒരു മണ്ണ് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ മൂർത്തിഭാവങ്ങളുടെയും ശില്പങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. നമ്മൾ സൂക്ഷിച്ച് അതിന്റെ മുകളിലോട്ട് ഓരോ ഭാഗമായി നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് വേണ്ടിയിട്ടാണല്ലോ, അവന് സ്വയം കണ്ടെത്താനുള്ള ഒരു ഊർജ്ജത്തിന് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളും. ഇനി ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഊർജ്ജം നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റുമെന്നാണ് ഈ ക്ഷേത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് രാജസിംഹനാണല്ലോ ഈ ക്ഷേത്രം പണിതത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ക്ഷേത്രം പണി കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ അവിടെയുള്ള മറ്റൊരു ശൈവ സന്യാസിയും ഇങ്ങനൊരു ക്ഷേത്രം പണിയെന്ന് ആരാധിക്കുന്നു മഹാദേവന് വേണ്ടി. എന്നാൽ അതിനുള്ള കഴിവും അധികാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വയം ഒരു ദിവസം പ്രതിഷ്ഠ ദിനമായി കണ്ടെത്തി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാജാവ് തീരുമാനിച്ച അതേ ദിവസം തന്നെ ഇദ്ദേഹവും പ്രതിഷ്ഠ നടത്താണ്. പക്ഷെ ഇദ്ദേഹം പ്രതിഷ്ഠിച്ചത് സ്വന്തം ഹൃദയത്തിലാണ്. അങ്ങനെ രാജാവിന് ഇതിന് മുന്നേ, പ്രതിഷ്ഠയ്ക്ക് മുന്നേ ഒരു സ്വപ്ന ദർശനം കിട്ടാണ്. അത് മഹാദേവൻ പ്രതിഷ്ഠ താൻ പണിയുന്ന ക്ഷേത്രത്തിലല്ല യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലായി. ആ ഒരു സ്വപ്നത്തിൽ രാജാവ് എന്നിട്ട് ആ സന്യാസിയെ അന്വേഷിച്ച് ആ ഒരു മരത്തിന്റെ അടിയിൽ കണ്ടെത്തുന്നു. മഹാദേവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച സന്യാസിയെ വണങ്ങി അദ്ദേഹം സമാനമായ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ നടത്തിയെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പൊ ഹൃദയമാണ് യഥാർത്ഥ ശ്രീകോവിലെന്നും നമ്മുടെ നാവ് ചിന്തയൊക്കെ നന്നായാൽ പുറത്തോട്ട് ഒഴുകി വരുന്ന തീർത്ഥം നല്ലതാകുമെന്നാണ് ഈ ക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ സേലം കൃഷ്ണഗിരി റൂട്ടിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ബാംഗ്ലൂർ റൂട്ടിലാണെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ റൂട്ടിൽ നമുക്ക് കാഞ്ചീപുരത്തെ ക്ഷേത്രങ്ങളെത്താം. നിയറസ്റ്റ് എയർപോർട്ട് ചെന്നൈ ആണ്. 75 കിലോമീറ്ററാണ് ബസ് റൂട്ട്. ചെന്നൈയിൽ നിന്ന് പോകുമ്പോഴും ബസ്സുകൾ എപ്പോഴും ഉണ്ട്. കാഞ്ചീപുരമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടത്. ഇതുപോലെ മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്